പണ്ട് ഞാൻ ഓസ്ട്രേലിയ ജോയിൻ ചെയ്ത സമയത്ത് ടീമിലൊരു വർക്ക് പ്ലേസ് ഫീഡ്ബാക്കിന്റെ ഭാഗമായിട്ട് എന്നോട് ടീമിൽ റെപ്രസെന്റ് ചെയ്ത് പോയി ഫീഡ്ബാക്ക് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു, കാരണം എന്റെ ആക്സന്റ് അവർക്ക് മനസ്സിലാവും നിർത്തി ഞാൻ ഭയങ്കര കൺസേൺ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. അതിൽ ഏഷ്യൻ ആക്സന്റ് ഉള്ള കുറേ പേരുണ്ടായിരുന്നു. അവരൊക്കെ സംസാരിച്ച് കേട്ടപ്പോൾ എന്റെ കോൺഫിഡൻസ് ലെവൽ കുറച്ചൊന്ന് ബൂസ്റ്റായി. ഞാനും വലിയ മോശമാണ് പറഞ്ഞു. അവസാനം അതിന്റെ ഓർഗനൈസർ ടേൺ എത്തി. അവരെ കണ്ടാൽ ഒരു ഓസിയാൻ തോന്നുമെങ്കിലും ഒരു ശരിക്കും യൂറോപ്യനായിരുന്നു. അവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ആക്സന്റ് പകുതിയും ആർക്കും മനസ്സിലായില്ല. പക്ഷേ അവരുടെ കോൺഫിഡൻസ്, ദാറ്റ് വാസ് അമേസിങ്. എന്നിട്ട് ലാസ്റ്റ് അവർ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യു ക്യാൻ കം ആൻഡ് മീറ്റ് മീ പേഴ്സണലി എന്ന്. അത് കഴിഞ്ഞ് ഞാനതിൻ്റെ ടീമിൽ പോയി ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞു അവരുടെ ആക്സെൻറ്റ് അങ്ങനെയാണ്, പക്ഷേ അവരുടെ കോൺഫിഡൻസ് കൊണ്ടാണ് അവർ ഈ പൊസിഷൻ വരെ എത്തിയതെന്ന്. അപ്പോൾ എൻ്റെ ടീമിലോട്ടുണ്ടായിരുന്നു, പുള്ളി ഒരു ഇന്ത്യൻ ആയിരുന്നു. പുള്ളി എന്നോട് ചോദിച്ചു, നിനക്കറിയോ എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയയിൽ പല കമ്പനീസിലും സീനിയർ മാനേജ്മെൻറ്റ് ലെവലിലേക്ക് എത്തുമ്പോൾ ഇന്ത്യൻസ് ഭയങ്കര കുറവാണ്? അതിൻ്റെ കാരണം നമ്മുടെ ഈ കോൺഫിഡൻസ് കുറവ് തന്നെയാണെന്ന്. നമ്മൾ ഉദ്ദേശിച്ച കാര്യം കേൾക്കുന്നവർക്ക് കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദ പർപ്പസ് ഇസ് സെർവ്ഡ്. അത്രേ ഉള്ളൂ അല്ലേ?